കൂട്ടുകാരെ, നമുക്കൊരു കണക്കിലെ കളി കളിച്ചാലോ? ഇതാ ആദ്യത്തെ ചോദ്യം വരുന്നു. തുടർച്ചയായി വരുന്ന 3 എണ്ണൽ സംഖ്യകൾ, ഉദാഹരണത്തിന് 1, 2, 3, ഇവയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓക്കെ, നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. ഒന്നാമത്തേത്, ഈ 3 സംഖ്യകളും തമ്മിൽ കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരം കിട്ടും. രണ്ടാമത്, ആ സംഖ്യകൾ 1, 2, 3 എന്നിവയാണ്. പിന്നെ മൂന്നാമത്, ഈ സംഖ്യകൾ കൂട്ടിയാൽ 5 കിട്ടും. അവസാനത്തെ ഓപ്ഷൻ, ഇവയെ ഗുണിച്ചാൽ ഉത്തരം 6 ആയിരിക്കും. കൊള്ളാലോ. ഇത് ഡോറ ചോദിക്കുന്ന പോലൊരു കടങ്കഥയാണല്ലോ. ഇതിലേതായിരിക്കും ശരി? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഈ സംഖ്യകൾ ഒന്ന് കൂട്ടി നോക്കിയാലോ? 1 കൂട്ടണം 2 കൂട്ടണം 3. ആ, അത് സിമ്പിളാണ്. 1ഉം 2ഉം 3, 3ഉം 3ഉം 6. ഉത്തരം 6. അതെ, ഇനി നമുക്കവയെ ഗുണിച്ചു നോക്കാം. 1 ഗുണിക്കണം 2 ഗുണിക്കണം 3. അപ്പോ എത്രയാ? 1ഉം 2ഉം 2, 2ഉം 3ഉം 6. അതും 6 തന്നെയാണല്ലോ. കണ്ടോ? അപ്പൊ കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരം, അത് 6ആണ്. അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ, കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരം ലഭിക്കും എന്നത് ശരിയാണ്. ഓക്കേ. പിന്നെ നമ്മൾ ഈ ഉത്തരം കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച സംഖ്യകൾ 1, 2, 3 തന്നെയല്ലേ? അപ്പോ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. ആ, അതെ. അപ്പോ മൂന്നാമത്തെ ഓപ്ഷനോ? കൂട്ടിയാൽ 5 കിട്ടുമെന്നാണല്ലോ പറയുന്നത്. അത് തെറ്റല്ലേ? നമുക്ക് 6അല്ലേ കിട്ടിയത്? തീർച്ചയായും അത് തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കൂ. ഗുണിച്ചാൽ 6 കിട്ടുമെന്നല്ലേ? അതും ശരിയാണല്ലോ. നമ്മൾ കണ്ടുപിടിച്ചതാണത്. അതെ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും ഓപ്ഷനുകൾ ശരിയാണ്. ചില ചോദ്യങ്ങൾക്ക് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ശരിയുത്തരങ്ങൾ ഉണ്ടാകാം കേട്ടോ. മനസ്സിലായി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു കച്ചവടമാണ്. നിങ്ങൾ കടയിൽ പോയി 6 മുട്ടകൾ കൊടുത്താൽ നിങ്ങൾക്ക് 2 തേങ്ങ കിട്ടും. മോട്ടുവും പഡ്ലുവും കടയിൽ പോയതുപോലെ സങ്കൽപ്പിച്ചോ. ഈ കച്ചവടത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 22 തേങ്ങകൾ വാങ്ങണമെങ്കിൽ 66 മുട്ടകൾ കൊടുക്കണം. മൂന്നാമത്തേത്, തേങ്ങയുടെ എണ്ണത്തേക്കാൾ 3 മടങ്ങ് കൂടുതലായിരിക്കും എപ്പോഴും മുട്ടയുടെ എണ്ണം. നാലാമത്തേത്, മുട്ടയുടെ എണ്ണം കാണാൻ തേങ്ങയുടെ എണ്ണത്തെ 3 കൊണ്ട് ഗുണിക്കണം. 6 മുട്ടയ്ക്ക് 2 തേങ്ങ. കൊള്ളാമല്ലോ കച്ചവടം. അപ്പോ ഒരു തേങ്ങയ്ക്ക് എത്ര മുട്ട കൊടുക്കണം? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്. 2 തേങ്ങയ്ക്ക് 6 മുട്ട. അപ്പോ ആ 6 മുട്ടകളെ 2 തേങ്ങകൾക്കും തുല്യമായിട്ട് വീതിച്ചാലോ? ഓ, 6നെ 2ആയിട്ട് ഭാഗിച്ചാൽ മതി. ഓരോന്നിനും 3 വീതം. അപ്പോ ഒരു തേങ്ങയ്ക്ക് 3 മുട്ട. ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്. അതെ. ഇനി അടുത്തത് നോക്കൂ. 22 തേങ്ങകൾ വാങ്ങണം. ഒരു തേങ്ങയ്ക്ക് 3 മുട്ട വേണം. അപ്പോ 22 തേങ്ങയ്ക്ക് എത്ര മുട്ട വേണ്ടിവരും? ഓരോന്നിനും 3 വച്ച് 22 തവണ. അതായത് 22നെ 3 കൊണ്ട് ഗുണിക്കണം. 22 ഗുണം 3, 66. ഹേയ്, അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണല്ലോ. മിടുക്കൻ. ഇനി അവസാനത്തെ 2 ഓപ്ഷനുകൾ നോക്കൂ. അവ രണ്ടും ഒരേ കാര്യമല്ലേ പറയുന്നത്? ആ, അതെ. തേങ്ങയുടെ എണ്ണത്തിന്റെ 3 മടങ്ങാണ് മുട്ടയുടെ എണ്ണം. മുട്ടയുടെ എണ്ണം കാണാൻ തേങ്ങയെ 3 കൊണ്ട് ഗുണിക്കണം. നമ്മളിപ്പോൾ ചെയ്തതും അത് തന്നെയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഓപ്ഷനുകളും ശരിയാണ്. കണ്ടോ? കണക്ക് ഇങ്ങനെയും വരാം. ചിലപ്പോൾ എല്ലാം ശരിയായിരിക്കും. അടുത്തത് ഒരു വലിയ ഗുണനമാണ്. ലിറ്റിൽ സിംഗം ഒരു വലിയ വില്ലനെ നേരിടുന്നത് പോലെ. 423 ഗുണിക്കണം 142 ഗുണിക്കണം 271 ഗുണിക്കണം 10. ഇത് മുഴുവൻ ഗുണിച്ചു നോക്കാതെ ഉത്തരത്തെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? നല്ല ചോദ്യമാണ്. ഇത് ഗുണിക്കാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും. നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. 1, കിട്ടുന്ന ഉത്തരത്തിന്റെ അവസാനത്തെ അക്കം 5 ആയിരിക്കും. 2, ഗുണിക്കുന്ന കൂട്ടത്തിൽ 10 ഉള്ളതുകൊണ്ട് ഉത്തരത്തിലെ അവസാന അക്കം 0 ആയിരിക്കും. പിന്നെ മൂന്നാമത്തേത് ഇതൊരു ഒറ്റസംഖ്യയായിരിക്കും. നാലാമത്തേത് ഇതൊരു ഇരട്ട സംഖ്യയായിരിക്കും. ഇത് മുഴുവൻ ഗുണിക്കാൻ നിന്നാൽ പരീക്ഷയുടെ സമയം തീരും. എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ ഇതിന്? ഉണ്ട്. ഇവിടെ നമ്മൾ ആ സംഖ്യകളെ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. ആ കൂട്ടത്തില് അവസാനം ഒരു 10 കണ്ടില്ലേ? ആ, കണ്ടു. ഏതൊരു സംഖ്യയും 10 കൊണ്ട് ഗുണിച്ചാൽ ആ സംഖ്യയുടെ അവസാനം എന്തുവരും? ഒരു 0 വരും. അതെ. അതുകൊണ്ട് ഈ വലിയ ഗുണനത്തിന്റെ ഉത്തരം എന്തുതന്നെയായാലും അതിന്റെ അവസാനത്തെ അക്കം 0 ആയിരിക്കും. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഒരു മിനിറ്റ്,
ഒരു സംഖ്യയുടെ അവസാനാക്കം 0 ആണെങ്കിൽ അത് ഇരട്ട സംഖ്യ ആയിരിക്കില്ലേ? വളരെ ശരിയാണ്. 0, 2, 4, 6, 8 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന സംഖ്യകളെല്ലാം ഇരട്ട സംഖ്യകളാണ്. അപ്പോ നാലാമത്തെ ഓപ്ഷനും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ഓപ്ഷനുകൾ തെറ്റാണോ? അതെ. ഇനി നമുക്കൊരു ഫുട്ബോൾ ടൂർണമെന്റിലേക്ക് പോകാം. ഒരു ടൂർണമെന്റിൽ 8 ടീമുകൾ പങ്കെടുക്കുന്നു. ഓരോ ടീമിലും 11 കളിക്കാരും പിന്നെ 4 റിസർവ് കളിക്കാരുമുണ്ട്. എങ്കിൽ ആകെ അംഗങ്ങളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓക്കെ, ഓപ്ഷനുകൾ ഇങ്ങനെയാണ്. 1, ഒരു ടീമിലെ ആകെ അംഗങ്ങൾ 15 ആണ്. 2, ആകെ പങ്കെടുക്കുന്നവരുടെ എണ്ണം 15 ഗുണം 10, അതായത് 150 ആണ്. 3, ആകെ കളിക്കുന്നവരുടെ എണ്ണം 11 ഗുണം 8, അതായത് 88 ആണ്. 4, ആകെ റിസർവ് ഇരിക്കുന്നവരുടെ എണ്ണം 48. മഞ്ചാടിയിലെ കൂട്ടുകാർ ഒരുമിച്ച് കളിക്കുന്നത് പോലെ ഒരു ടീമിൽ എത്ര പേരുണ്ടെന്ന് ആദ്യം നോക്കാം. അത് എളുപ്പമല്ലേ? 11 കളിക്കാരും 4 റിസർവ് കളിക്കാരും. അപ്പോൾ 11 കൂട്ടണം 4, 15 പേർ. ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്. അതെ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ. ആകെ പങ്കെടുക്കുന്നവരുടെ എണ്ണം 150 ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? ഒരു ടീമിൽ 15 പേരുണ്ട്. ആകെ 8 ടീമുകളുണ്ട്. അപ്പോൾ 15നെ 8 കൊണ്ട് ഗുണിക്കണം. 15 ഗുണം 8. അത് ഒരു ടീമിൽ 4 പേർ വീതം. 8 ടീമുകളിലായി 8 ഗുണം 4, 32 പേർ. പക്ഷേ നാലാമത്തെ ഓപ്ഷനിൽ 48 എന്നാണ്. അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ 1ഉം 3ഉം ഓപ്ഷനുകളാണ് ശരി. അതെ, വളരെ ശരിയാണ്. ഇനിയൊരു ജോലിയുടെ കാര്യമാണ്. 12 പേർ ചേർന്ന് ചെയ്താൽ ഒരു ജോലി തീർക്കാൻ 24 ദിവസം വേണം. ആളുകളുടെ എണ്ണം മാറുമ്പോൾ ദിവസങ്ങളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുക. ഏതാണ് ശരി? ഓപ്ഷനുകൾ ശ്രദ്ധിക്കൂ. 1, 24 പേർ ചേർന്നാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ 12 ദിവസം കൊണ്ട് തീരും. 2, ജോലി ചെയ്യാൻ വരുന്ന ആളുകൾ ഇരട്ടിയായാൽ എടുക്കുന്ന ദിവസങ്ങൾ പകുതിയായി കുറയും. 3, ഒരാൾ മാത്രമാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ തീർക്കാൻ 288 ദിവസം വേണം. നാലാമത്തേത്, ഒരാൾക്ക് ജോലി തീർക്കാൻ 24 ഗുണം 12 ദിവസം വേണം. 12 പേർ 24 പേരായി. അതായത് ആളുകളുടെ എണ്ണം ഇരട്ടിയായി. ആള് കൂടുമ്പം പണി വേളം തീരണമല്ലോ. അപ്പോൾ ദിവസം കുറയണം, അല്ലേ? തീർച്ചയായും കുറയും. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ ജോലി വേഗം തീരും. ആളുകൾ ഇരട്ടിയായാൽ സമയം പകുതി മതിയാകും. 24 ദിവസത്തിന്റെ പകുതി. 12 ദിവസം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്. അതെ. രണ്ടാമത്തെ ഓപ്ഷനും അതുതന്നെയല്ലേ പറയുന്നത്? ആളുകൾ ഇരട്ടിയായാൽ ദിവസങ്ങൾ പകുതിയാകുമെന്ന്. അപ്പോ അതും ശരിയാണ്. അതെ. ഇനി ഈ പണി മുഴുവൻ ഒരാൾ തനിച്ചാണ് ചെയ്യുന്നതെങ്കിലോ? പാവം, ഒരുപാട് ദിവസം എടുക്കുമായിരിക്കും. 12 പേരുടെ ജോലിയും ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യണം. ഓ, അപ്പോൾ 12 പേർ 24 ദിവസം ചെയ്യുന്ന ജോലി, അതായത് 12നെ 24 കൊണ്ട് ഗുണിക്കണം. അത്രയും ദിവസം എടുക്കും. ശരിയാണ്. 12 ഗുണം 24, അത് 288 ആണ്. അപ്പം മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷനുകൾ ഒരേ കാര്യമാണ് പറയുന്നത്. രണ്ടും ശരിയാണ്. ഇവിടെയും തന്നിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും ശരിയാണ്. മിടുക്കരായി ചിന്തിക്കണം കേട്ടോ. ഇതാ അടുത്ത മാജിക്. 2 ഗുണം 3 ഗുണം 4 എന്ന ക്രിയയിലെ ഓരോ സംഖ്യയെയും നമ്മൾ ഇരട്ടിയാക്കി എഴുതുന്നു. എങ്കിൽ പുതിയ ഉത്തരത്തിൽ എന്തു മാറ്റമുണ്ടാകും? അപ്പൊ പുതിയ സംഖ്യകൾ ഏതൊക്കെയാകും? 2ന്റെ ഇരട്ടി 4, 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടി 8. പുതിയ ക്രിയ 4 ഗുണം 6 ഗുണം 8 ആണ്. ഓക്കെ, ഓപ്ഷനുകൾ നോക്കാം. 1, ഗുണനഫലം 24ൽ നിന്നും 48ലേക്ക് മാറും. 2, ഗുണനഫലം 8 മടങ്ങ് വർദ്ധിക്കും. മൂന്നാമത്തേത്, കിട്ടുന്ന പുതിയ ഉത്തരം 192 ആയിരിക്കും. 4, പുതിയ ക്രിയ 4 ഗുണം 6 ഗുണം 8, 192 എന്നായിരിക്കും. ആദ്യം നമുക്ക് പഴയ ഉത്തരം നോക്കാം. 2 ഗുണം 3 ഗുണം 4, അത് 24. ശരി. ഇനി പുതിയ ഉത്തരം 4 ഗുണം 6, 24. 24 ഗുണം 8, അത് 192 ആണ്. അപ്പൊ ഗുണനഫലം 24ൽ നിന്ന് 192ലേക്കാണ് മാറിയത്, 48ലേക്കല്ല. അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. ആ, പുതിയ ഉത്തരം 192 ആണ്. അപ്പോ മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷനുകൾ ശരിയാണല്ലോ. രണ്ടും 192 എന്നാണ് പറയുന്നത്. അതെ. ഇനി അതെത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് നോക്കാം. 192നെ 24 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. അപ്പോൾ ഉത്തരം 8 മടങ്ങ് വർദ്ധിച്ചു. ഇതിനൊരു എളുപ്പവഴിയുണ്ട്. ഓരോ സംഖ്യയും നമ്മൾ 2 കൊണ്ട് ഗുണിച്ചില്ലേ? അപ്പോൾ ആകെ ഉത്തരം 2 ഗുണം 2 ഗുണം 2, അതായത് 8 മടങ്ങ് വർദ്ധിക്കും.
രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ്. കൊള്ളാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടോ? കണക്കൊരു രസമുള്ള കളിയല്ലേ? നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയൊരു പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. 2 × 2 എന്നത് 1 കൂട്ടണം 3 ആണ്. 3 × 3 എന്നത് 1 കൂട്ടണം 3 കൂട്ടണം 5 ആണ്. എങ്കിൽ 4 × 4 കുറിച്ച് പറയാവുന്നവ ഏതെല്ലാമാണ്? ഓക്കെ, ഓപ്ഷനുകൾ നോക്കൂ. 1. ഇതിലെ അടുത്ത വരി 1 കൂട്ടണം 3 കൂട്ടണം 5 കൂട്ടണം 7 എന്നാണ്. 2. 4 × 4ന്റെ ഉത്തരം 16 ആണ്. 3. ഇതിലെ അടുത്ത വരി 8 × 8 എന്നാണ്. 4. 16 കിട്ടാൻ ആദ്യത്തെ 4 ഒറ്റസംഖ്യകൾ കൂട്ടിയാൽ മതി. എന്താണ് ഈ പാറ്റേണിന്റെ പ്രത്യേകത? 2 × 2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ഒറ്റസംഖ്യകൾ കൂട്ടുന്നു. 3 × 3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ഒറ്റസംഖ്യകൾ കൂട്ടുന്നു. അതെ, നിങ്ങൾ ആ രഹസ്യം കണ്ടെത്തി. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം അത്രയും എണ്ണം തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ തുകയാണ്. ഓ, അപ്പോ 4 × 4 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ഒറ്റസംഖ്യകൾ കൂട്ടുന്നതായിരിക്കും അല്ലേ? അതായത് 1, 3, 5, 7. അതെ, അവ കൂടി നോക്കൂ. 1 ഉം 3 ഉം 4, 4 ഉം 5 ഉം 9, 9 ഉം 7 ഉം 16. നമുക്കറിയാം 4 × 4 16 ആണ്. ആ, അപ്പോ 1 ഉം 2 ഉം ഓപ്ഷനുകൾ ശരിയാണ്. നാലാമത്തെ ഓപ്ഷനായ 16 കിട്ടാൻ ആദ്യത്തെ 4 ഒറ്റസംഖ്യകൾ കൂട്ടിയാൽ മതി എന്നതും ഇതേ ആശയം തന്നെയാണ്. അതുകൊണ്ട് അതും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഈ പാറ്റേണുമായിട്ട് ചേരുന്നില്ല. അടുത്തത് ഒരു പാൽ സൊസൈറ്റിയിലെ കണക്കാണ്. ഒരു പാൽ സൊസൈറ്റിയിൽ രാവിലെ 285 ലിറ്ററും വൈകിട്ട് 115 ലിറ്ററും പാൽ വരുന്നു. ഈ പാൽ അര ലിറ്റർ വീതമുള്ള കുപ്പികളിൽ നിറയ്ക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷനുകൾ: 1. സൊസൈറ്റിയിൽ ഒരു ദിവസം എത്തുന്ന ആകെ പാൽ 400 ലിറ്ററാണ്. 2. സൊസൈറ്റിയിൽ ആകെ വരുന്നത് 300 ലിറ്ററാണ്. 3. പാൽ നിറയ്ക്കാൻ ആകെ 800 കുപ്പികൾ ആവശ്യമാണ്. 4. പാൽ നിറയ്ക്കാൻ ആകെ 200 കുപ്പികൾ മതിയാകും. ആദ്യം ആകെ എത്ര പാലുണ്ടെന്ന് നോക്കാം. രാവിലെയും വൈകിട്ടുമുള്ളത് കൂട്ടിയാൽ മതിയല്ലോ. 285 കൂട്ടണം 115. അതെ, 400 ലിറ്റർ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. ഇനി കുപ്പികളുടെ എണ്ണമാണ്. 400 ലിറ്റർ പാല് അര ലിറ്ററിന്റെ കുപ്പികളിൽ. 1 ലിറ്റർ പാൽ നിറയ്ക്കാൻ അര ലിറ്ററിന്റെ 2 കുപ്പികൾ വേണമല്ലോ. അതാണ് കാര്യം. പലർക്കും അവിടെയാണ് തെറ്റുന്നത്. 1 ലിറ്റർ പാലിന് 2 കുപ്പികൾ വേണം. അപ്പൊ 400 ലിറ്റർ പാൽ നിറയ്ക്കാൻ 400 × 2, അതായത് 800 കുപ്പികൾ വേണം. ഓ, അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, നാലാമത്തേത് തെറ്റാണ്. അതെ. അടുത്തത് ഒരു കടയിലെ കണക്കാണ്. 1 കിലോ അരിക്ക് 32 രൂപയും പഞ്ചസാരയ്ക്ക് 38 രൂപയുമാണ് വില. ഒരാൾ 700 രൂപയ്ക്ക് ഇവ രണ്ടും തുല്യ അളവിൽ വാങ്ങി. ഏതാണ് ശരിയായ ഓപ്ഷൻ? നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. 1. അയാൾ 10 കിലോ വീതം അരിയും പഞ്ചസാരയും വാങ്ങി. 2. അയാൾ 5 കിലോ വീതം അരിയും പഞ്ചസാരയും വാങ്ങി. 3. അരിക്ക് മാത്രമായി അയാൾ 380 രൂപ നൽകി. രണ്ടും തുല്യ അളവിലാണ് വാങ്ങിയത്. അപ്പോ 1 കിലോ അരിയും 1 കിലോ പഞ്ചസാരയും ഒരുമിച്ച് വാങ്ങിയാൽ എത്ര രൂപയാകും എന്ന് ആദ്യം നോക്കിയാലോ? നല്ല ആശയം. 1 കിലോ അരിക്ക് 32 രൂപ, 1 കിലോ പഞ്ചസാരയ്ക്ക് 38 രൂപ. രണ്ടും കൂടി 32 കൂട്ടണം 38, 70 രൂപ. അപ്പോ 1 കിലോ അരിയും പഞ്ചസാരയും ചേർന്ന ഒരു സെറ്റിന് 70 രൂപ. ആകെ 700 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനത്തെ എത്ര സെറ്റുകൾ വാങ്ങിയിട്ടുണ്ടാവും? 700 രൂപയെ 70 കൊണ്ട് ഹരിച്ചാൽ മതി. 700 × 70 ഉത്തരം 10. അതായത് 10 കിലോ വീതം വാങ്ങി. അതിനാൽ ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി അരിക്ക് മാത്രമായി എത്ര രൂപയായി കാണും? 10 കിലോ അരി 1 കിലോയ്ക്ക് 32 രൂപ. 10 × 32, അതായത് 320 രൂപ. എന്നാൽ മൂന്നാമത്തെ ഓപ്ഷനിൽ 380 രൂപ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതും തെറ്റാണ്. ശരി. അടുത്ത ചോദ്യം കാലണ്ടറിൽ നിന്നാണ്. 2024 ജാനുവരിയിൽ ഒരു ദിവസം ഒഴിച്ചു പത്രമിട്ടപ്പോൾ 300 രൂപ നൽകി. ഫെബ്രുവരിയിൽ എല്ലാ ദിവസവും പത്രമിട്ടു എങ്കിൽ ഏതാണ് ശരി? ഓപ്ഷനുകൾ: 1. 2024 ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉള്ളൂ. 2. 2024 ഫെബ്രുവരിയിൽ പത്രത്തിന് 290 രൂപ നൽകണം.
3. 2024 ഫെബ്രുവരിയിൽ പത്രത്തിന് 280 രൂപ നൽകണം. ആദ്യം ഒരു ദിവസത്തെ പത്രത്തിന്റെ വില കണ്ടുപിടിക്കണം അല്ലേ? ജനുവരിയിൽ 31 ദിവസമുണ്ട്. ഒരു ദിവസം ഒഴികെയെന്ന് പറയുമ്പോൾ 30 ദിവസം. അതെ, 30 ദിവസം പത്രമിട്ടപ്പോൾ 300 രൂപയായി. അപ്പോൾ ഒരു ദിവസത്തെ വില 300നെ 30 കൊണ്ട് ഹരിച്ചാൽ മതി, 10 രൂപ. ഇനി 2024 ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട്? 28 ആണോ 29 ആണോ? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 2024 ഒരു അധിവർഷമാണ്, ലീപ് ഇയർ. 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന വർഷങ്ങളെയാണ് സാധാരണയായി അധിവർഷമെന്ന് പറയുന്നത്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ടാകും. അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓഹോ, അധിവർഷം. അപ്പോ ഫെബ്രുവരിയിലെ പത്രത്തിന്റെ ബില്ല് 29 ദിവസത്തേക്ക് ഒരു ദിവസത്തിന് 10 രൂപ വെച്ച്. 29 ഗുണം 10, അതായത് 290 രൂപ. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ്, മൂന്നാമത്തേത് തെറ്റാണ്. ഇതാ അവസാനത്തെ ചോദ്യം. ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചപ്പോൾ 238 കിട്ടി. ആ സംഖ്യയുടെ തൊട്ടു മുമ്പുള്ള സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? ഓപ്ഷനുകൾ ഇത്. 1. ഉത്തരത്തിൽ നിന്നും 7 കുറച്ചാൽ മതി. 2. പുതിയ ഉത്തരം 231 ആയിരിക്കും. മൂന്നാമത്തേത് ഉത്തരത്തിൽ നിന്നും 14 കുറച്ചാൽ മതി. 4. പുതിയ ഉത്തരം 0 ആയിരിക്കും. ആ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാതെ തന്നെ ഇതിന് ഉത്തരം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 238നെ 7 കൊണ്ട് ഹരിച്ച് ആ സംഖ്യയിൽ നിന്ന് 1 കുറച്ച് വീണ്ടും 7 കൊണ്ട് ഗുണിക്കണം. അത് കുറച്ച് പണിയാണല്ലോ. തീർച്ചയായും എളുപ്പവഴിയുണ്ട്. ഒരു സംഖ്യയുടെ 7 മടങ്ങാണ് 238. അതിന്റെ തൊട്ടുമുമ്പത്തെ സംഖ്യയുടെ 7 മടങ്ങ് കാണാൻ ആകെ ഉത്തരത്തിൽ നിന്നും ഒരു തവണ 7 കുറച്ചാൽ മതി. ആണോ? അത് കൊള്ളാമല്ലോ. അപ്പോൾ 238ൽ നിന്ന് 7 കുറച്ചാൽ മതി. 238 കുറയ്ക്കണ 7, 231. അതെ, അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷനായ ഉത്തരത്തിൽ നിന്നും 7 കുറച്ചാൽ മതി എന്നതും ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷനായ പുതിയ ഉത്തരം 231 ആയിരിക്കും എന്നതും ശരിയാണ്. 3ഉം 4ഉം ഓപ്ഷനുകൾ തെറ്റാണ്. കൂട്ടുകാരെ, ഇന്നത്തെ കണക്കിലെ കളികൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ ഒരു സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് വളരെ എളുപ്പമാണ്. ആ സംഖ്യയുടെ വലതുവശത്ത് 2 പൂജ്യങ്ങൾ ചേർത്താൽ മതി. ഉദാഹരണത്തിന് 5നെ 100 കൊണ്ട് ഗുണിച്ചാൽ 500 കിട്ടും. കൊള്ളാമല്ലോ. ഇതുപോലെ ഒരുപാട് എളുപ്പവഴികളും ക്വിസ് ചോദ്യങ്ങളും ഇനിയും വേണോ? നമ്മുടെ ഈ ചാനലിൽ സയൻസ് ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ്, കണക്ക് ക്വിസ്, അതുപോലെ 4ാം ക്ലാസ്സിലെ പാഠങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും വർക്കുകളുമൊക്കെയുണ്ട്. അതെല്ലാം പോയി കാണണം കേട്ടോ. നിങ്ങളുടെ പഠനത്തിന് അത് ഒരുപാട് സഹായിക്കും. ഇനിയും പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. ഒരു സംഖ്യയെ 1000 കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം.